ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുലിഖിതം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അണിയിക്കുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവായ ദൈവം അനേകം വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുക. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ നടക്കുമ്പോൾ അതിന് ഇതുവരെ അനേക രാജ്യങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം, ഈ സമയമാകുമ്പോൾ കുടുംബത്തിലെ കുട്ടികൾ, മുതിർന്നവരെയും മാതാപിതാക്കളെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ടി വിക്ക് മുമ്പിൽ ഇരുത്തുക. ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് വിദ്യാർത്ഥിനികൾ, യുവതിവാക്കന്മാർ, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥിനികളെ ദൈവം പ്രത്യേകം സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ അട്ടപ്പാടി മലമുകളിലെ ഈ വചന ശുശ്രൂഷയെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ, ഷാലോമിലെ ഈ ശുശ്രൂഷയെ കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ സമയത്ത് കുടുംബത്തിലെ കുട്ടികളെല്ലാം വന്ന് ശുശ്രൂഷയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രകടമായി കുട്ടികളെ അനുഗ്രഹിക്കുന്നു. ആ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ, ആ കുട്ടികളല്ല ഈശോ നേരിട്ട് ഇന്ന് അനുഗ്രഹിക്കുന്നു. ഇതൊരു കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിക്കുക. എൻ്റെ വീട് അങ്കമാലിക്കത്ത് കിടങ്ങൂരാണ്. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഇവൻ ICSE സിലബസിൽ ഓക്സ്ലിയം പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. LKGയിൽ 2 വർഷത്തോളം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇവനൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല, ഈ സ്കൂളിൽ നിന്ന് മാറ്റണം, ഇവനിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, സാധാരണ സിലബസിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ നേർന്നു, എൻ്റെ മകനെ ആ സ്കൂളിൽ പഠിക്കാനോ നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം പ്രിൻസിപ്പാളിനോട് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ചേട്ടൻ ആ സ്കൂളിൽ തന്നെ പഠിക്കണേ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, ഞാൻ അട്ടപ്പാടിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അപ്പോൾ എൻ്റെ മകൻ ഇവിടെ തന്നെ ഇരുത്തിക്കോ, അടുത്ത വർഷം അവനത് പഠിച്ച് ക്ലിയർ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വർഷം അവനെ ഞാൻ സ്കൂളിൽ ചേർത്ത് നിർബന്ധിച്ച് അവിടെ ഇരുത്തി. ആളിപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റാണ്. ഓക്കെ, ഓർമ്മയില്ല, ബുദ്ധിയില്ല, പഠിക്കാൻ ഈ സ്കൂളിൽ പറ്റുകയില്ല, മറ്റു സ്കൂളിലേക്ക് മാറ്റണം എന്ന് പ്രിൻസിപ്പാൾ പാരൻസിനെ വിളിച്ച് പറഞ്ഞ്, അതേപോലെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്ന കുട്ടി. അപ്പോൾ വിശ്വാസമുള്ള ഈ പാരൻസ് അവർ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, പ്രിൻസിപ്പാൾ ഒരു കാര്യം ചെയ്യണം, അവിടെ ഇരിക്കട്ടെ, കുട്ടി ഇരിക്കട്ടെ, ഞാൻ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടിയുടെ ബുദ്ധി തെളിയും. വിശ്വാസം അവരവിടെ പറഞ്ഞു. അതേപോലെ കർത്താവ് അവരെന്ത് വിശ്വസിച്ചോ അതേപോലെ കർത്താവ് പ്രവർത്തിച്ചു. ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടി എന്താന്ന് പറഞ്ഞേ, ഫസ്റ്റ്. ആദ്യം തന്നെ അവൻ എഴുതി കഴിയും. അപ്പോൾ അവിടുത്തെ ടീച്ചറിന് സംശയം, ഇവൻ വല്ലവരും നോക്കി എഴുതണ്ടെന്ന്. എന്നിട്ട് ടീച്ചർ ഇവൻ ഒറ്റയ്ക്ക് ഇരുത്തി എഴുതിച്ചു. അപ്പോഴും ഇവൻ എല്ലാം എഴുതി കംപ്ലീറ്റ്. ക്ലാസ്സിൽ ഫസ്റ്റ്. സന്തോഷത്തിന് കൈയടിച്ച് പോരാ പോരാ, കർത്താവ് ബുദ്ധിയെ അനുകരിച്ച്, ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളെല്ലാം വേഗം ചാടി എഴുന്നേൽക്കുക. യുവതിവാക്കന്മാരും കുടുംബത്തോടെ ചേരുക. സമൂഹം, സന്യാസ സമൂഹങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്കൂൾ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പേരൻസ് ഏതെങ്കിലും വിധത്തിൽ പഠിപ്പിന് പിന്നോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി പേരൻസ് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കുട്ടികൾ വിശ്വാസത്തോടെ കൈ ഉയർത്തി ശരിക്കും ഒരു താമസമുള്ള ധ്യാനത്തിൽ സ്തുതിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ ഉറക്കെ സ്തുതിക്കണം.
വലിയൊരു ശുശ്രൂഷ ഷാലോം ചാനലിലൂടെ കർത്താവ് നമുക്കിന്ന് ഒരുക്കി തരികയാണ്. കൈകൾ നന്നായിട്ട് എല്ലാവരും ഉയർത്തിപ്പിടിക്കുക, എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. ഉറക്കെ നിങ്ങൾക്ക് എത്രമാത്രം കൃപ കർത്താവ് തന്നിട്ടുണ്ടോ ആ കൃപയെല്ലാം ഉപയോഗിച്ച് സർവ്വശക്തിയോടും കൊണ്ട് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, കൃപ നിറയ്ക്കണമേ. യേശുവേ, ആരാധന. ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം നിറയട്ടെ, ഓരോ കുട്ടി അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ, വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ അന്ധകാരങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുപോകട്ടെ, പഠിക്കാൻ ബുദ്ധി തെളിയട്ടെ, പഠിക്കാൻ കൃപ നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സൽസ്വഭാവം നിറയട്ടെ, ദൈവാരാധന നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. കരങ്ങൾ കൂപ്പി ഓരോ കുട്ടിയും ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വിദ്യാഭ്യാസ വർഷത്തിൽ എൻ്റെ ബുദ്ധിയെ അനുഗ്രഹിക്കണമേ കർത്താവേ, എൻ്റെ പഠനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓ ദൈവമേ, പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തിയെ ഫലയക്കണമേ. വഷള സ്വഭാവത്തിൻ്റെയും മൂഢതയുടെയും അന്ധതയുടെയും പരിഹാസത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും ആത്മാവ് പിടികൂടിയിരിക്കുന്നവരിൽ നിന്ന് അന്ധകാരങ്ങൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. വിനയം, എളിമ, കഠിനാധ്വാനശീലം, പ്രാർത്ഥന, ദൈവഭക്തി, അനുസരണം, സ്നേഹം ഈ കുഞ്ഞുങ്ങളിലേക്ക് വരദാനമായി ഇപ്പോൾ നിറയട്ടെ. ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വിശ്വാസം ഉണ്ടായാൽ പോരാ, വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം. അനേകം ദൈവമക്കളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒരു മുരടിപ്പ്, ഒരു പ്രത്യേക തരത്തിലുള്ള മന്ദത, ഒരു മരവിപ്പ്, ഇത് അവരെ ഗ്രസിക്കുന്നതിനുള്ള നിരവധി കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവർ ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയെ ഉപയോഗിക്കുന്നില്ല. ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകുന്ന വിശ്വാസത്തെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ഇല്ലാത്തത് കൊണ്ട് വിശ്വാസം മുരടിക്കുന്നു. വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം നേരിട്ട് മോചിപ്പിച്ചു. മോശയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ദൃഢമായ അനുഭവങ്ങൾ ഈജിപ്തിൽ വെച്ച് ദൈവം നേരിട്ട് മോശയ്ക്ക് നൽകി. അങ്ങനെ മോശ വിശ്വാസത്തിന്റെ അഭിഷേകത്തിൽ അടിക്കടി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മോശയുടെ നേതൃത്വത്തിൽ ആ ഇസ്രായേൽ ജനത്തെ പല വിധത്തിൽ നടത്തി അങ്ങനെ പുറത്തു കൊണ്ടുവന്നു. ഇതാ ചെങ്കടലിന്റെ തീരത്തെത്തിയിരിക്കുകയാണ്. ചെങ്കടലിന്റെ തീരത്തെത്തി ദൈവജനം അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇതാ അലകടൽ പോലെ ഫറവോയുടെ സൈന്യം ഈ ഇസ്രായേൽ ജനത്തെ പിടികൂടി തിരികെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാ പാഞ്ഞു വരികയാണ്. ജനം അത് കണ്ട്
അവർ അലമുറയിട്ട് നിലവിളിച്ചു. ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് കൊണ്ട്? ഇവർ മോശയ്ക്കെതിരെ അവർ വല്ലാതെ അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി. അവർ പരിഭ്രാന്തരായി. അവർ അലമുറയിട്ട് കുറേ പേർ കരയുന്നു, കുറേ പേർ പരിഭ്രാന്തരാകുന്നു, കുറേ പേർ അങ്ങോട്ട് ഓടുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ജനം ഇതാ പരിഭ്രാന്തരായി. മോശ തലയുയർത്തി നോക്കിയപ്പോൾ ഇതാ സൈന്യം പാഞ്ഞു വരുന്നു. ഇതാ തൻ്റെ അടുത്ത് നിയന്ത്രണം വിട്ട ജനം. ഇതാ മുമ്പിൽ കടല്. മോശയുടെ മുമ്പിൽ 3 സാഹചര്യങ്ങളാണ്. 1, അലറിപ്പാഞ്ഞു വരുന്ന ഫറവോയുടെ സൈന്യം. 2, ഭയചകിതരായും നിലവിളിച്ചും പരിഭ്രാന്തരായും പരക്കം പായുന്ന വിപ്രാളപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനം. അപ്പുറത്താണെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധം ചെങ്കടൽ. ഇതിൻ്റെ ഇടയിലാണ് മോശ നിൽക്കുന്നത്. ആ നേതാവിൻ്റെ ചങ്കിൻ്റെ വേദന ഓർത്ത് നോക്കുക മക്കളെ. ആ നേതാവിൻ്റെ, ആ ജനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ആ നേതാവിൻ്റെ ആ ഒരു നേരത്തെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ലക്ഷോപലക്ഷം ജനങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഈ ജനങ്ങളുമായിട്ട് ആ നേതാവ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം അദ്ദേഹം ദൈവത്തോട് അലമുറയിട്ട് നിലവിളിച്ച് കരയുകയാണ്. ദൈവം ആ സമയത്ത് എടുക്കുന്ന നിലപാടാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. ദൈവം അവിടെ ഇറങ്ങി വന്നു. ഈജിപ്തിൽ വെച്ച് എല്ലാം ദൈവം നേരിട്ടാണ് ചെയ്തത്. ഇത് ഇവിടെ ചെങ്കടലിൽ അവിടെ ദൈവം ഒരു പുതിയ നിലപാടെടുക്കുകയാണ്. ദൈവം പറയുകയാണ്, മോസസ്, നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം നീ നിന്റെ വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യുക. അതാണ് പുറപ്പാട് 14-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തുകൂടെ കടന്നു പോകട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, മോശയോട് പറയാണ്, നിന്റെ ആ വടിയെടുത്ത് നീ ശുശ്രൂഷ ചെയ്യുക. ഈ കടലിൽ വടി നീട്ടി വരണ്ട നിലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനു മുമ്പ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരു എക്സാമ്പിള്, ഒരു മാതൃകയ്ക്ക്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട്. ലോക ചരിത്രത്തിൽ ആദ്യത് കടല്, അലകടല് മുമ്പിൽ കിടക്കുമ്പോ ആ വടി നീട്ടി ഉണങ്ങിയ വരണ്ട നിലമാക്കിയിട്ട് ആ പാതയിലൂടെ ഈ ജനത്തെ നടത്താൻ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ദൈവം. നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, നീ വിശ്വാസത്തിന് ശുശ്രൂഷ ചെയ്ത് നിന്റെ ജനത്തെ മുന്നോട്ട് നയിക്കുക. ഇതാണ് ദൈവത്തിന്റെ നിലപാട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നടക്കണം. ഇന്ന് നമ്മുടെ ഇടവകയിൽ ഇത് നടക്കണം. നമ്മുടെ കോൺവെന്റുകളിൽ ഇത് നടക്കണം. അയർലൻഡിലെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ അവരെങ്ങനെ അവരുടെ പ്രശ്നത്തിൽ അവർ വിശ്വാസത്തിന് ശുശ്രൂഷ ചെയ്തു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിനു. ഞങ്ങൾ അയർലൻഡിൽ നിന്ന് വരികയാണ്. ഞാൻ ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ഇളയ മകൾ ക്രിസ്റ്റാമരിയയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ മകൾക്ക് 20 മാസം പ്രായമായി. കഴിഞ്ഞ 20 മാസമായിട്ട് ഞങ്ങൾ സോപ്പ് ഉപയോഗിക്കാതെയാണ് കുളിപ്പിച്ചിരുന്നത്. 20 സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല. എന്താ പ്രശ്നം? സ്കിൻ അലർജിയാണ്. കൊച്ചിൻ്റെ കൈകളും കാലും ഡ്രൈ സ്കിന്നായിരുന്നു. വെള്ളം കുളിപ്പിച്ചതിന് ശേഷം കൊച്ച് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് മാന്തി പൊട്ടിയ പാടുകളാണ് ഇതെല്ലാം. കഴിഞ്ഞ 3 വർഷമായി അഭിഷാദിനെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കാണുന്ന കുടുംബമാണ്. അട്ടപ്പാടിയുടെ ഒരു പ്രത്യേക സ്നേഹമുള്ള കുടുംബമാണ്. എന്തെല്ലാം അസൗകര്യങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ജോലികളുണ്ടെങ്കിലും ഞങ്ങൾ ആ സമയത്ത്, ഞങ്ങളുടെ അവിടുത്തെ സമയം 4 മണിക്ക് ഞങ്ങൾ വീട്ടിലുണ്ടായിരിക്കും. എന്തെല്ലാം ഷോപ്പിങ്ങിന് പോയാലും ഞങ്ങൾ അതെല്ലാം അവസാനിപ്പിച്ച്, പ്രധാനപ്പെട്ട ദിവസമാണ് അതെല്ലാം മാറ്റിവെച്ച് ഷാലോം ചാനൽ അഭിഷേകാഗ്നി അപ്പ കാണാൻ വേണ്ടി ഫാമിലി മൊത്തം അഭിഷേകാഗ്നിക്ക് മുമ്പിലുണ്ടാവും. നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അഭിഷേകാഗ്നി വഴി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ഈ കൊച്ചിൻ്റെ ഡ്രൈ സ്കിൻ കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ഞങ്ങൾ നിരവധി മെഡിസിൻ ഉപയോഗിച്ചു, കുറേയധികം ലോഷൻസ് ഉപയോഗിച്ചു. യാതൊരുവിധ സൗഖ്യം ഉണ്ടായിരുന്നില്ല. അയർലൻഡിൽ ധാരാളം ലോഷൻസും കാര്യങ്ങളൊക്കെ മേത്ത് അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഈ ഡ്രൈ സ്കിൻ ഒരു ഭയങ്കര പ്രോബ്ലമാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ട്രീറ്റ്മെന്റുകളും ആ പ്രദേശത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലിക്കുന്നില്ല. ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടും ഫാർമസി ചോദിച്ചിട്ടും എല്ലാം നിരവധി ലോഷൻസിന്റെ പേരാണ് പറയുന്നത്. ഞങ്ങൾ അതെല്ലാം ഉപയോഗിച്ചു. ഞങ്ങൾ അവസാനം അഭിഷാദിനി സമർപ്പിച്ചു. ഞങ്ങളുടെ മകളെ ഈ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന അഭിഷാദിനി സഹ്യോനിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ നേർച്ച നേർന്നു. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഞങ്ങൾ കൊച്ചിന്റെ കാല് പൊക്കി പിടിച്ച് ഞങ്ങൾ അഭിഷാദിനി ഈ സൺഡേ ഞങ്ങൾ
കൂടുമായിരുന്നു. കാലെല്ലാം അങ്ങനെ പൊട്ടി കരപ്പ പോലെ അങ്ങനെ പൊട്ടി വ്രണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ വ്രണമായിട്ടിരിക്കുന്ന സമയത്ത് ഇവർ ടി വിയുടെ മുമ്പിലേക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുമ്പം ടി വിയുടെ മുമ്പിലേക്ക് ഇവർ വന്നിട്ട് ഫാമിലി മുഴുവൻ വന്നിട്ട് ഈ കൊച്ചിൻ്റെ കാല് അങ്ങനെ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, ആരാധന നടത്തുമ്പം ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ കാല് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ഈശോയെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കുഞ്ഞിൻ്റെ കാലിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുടുംബം അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഈ കൈകളും കാലും മൊരി പിടിച്ച പോലെ ഇരിക്കുന്ന കാലായിരുന്നു. മൊരി ഒരു പ്രത്യേക കവർ ചെയ്ത് അത് ഇതിങ്ങനെ കട്ടി കട്ടിയായിട്ട് ലെയറായിട്ട് കവർ ചെയ്തു. ഇത് കംപ്ലീറ്റ് കാണാം, ചൊറിഞ്ഞ് മാന്തി പൊട്ടിയ പാടുകളാണ് ഇതെല്ലാം. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് കൊച്ച് കാലിനും കൈമയും ചൊറിഞ്ഞ് മാന്തിയിട്ട് പോലുമില്ല. ആ ടി വിയിൽ അങ്ങോട്ട് കാണിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ സൗഖ്യം. പിന്നെ എത്ര നാളുകൊണ്ട് സൗഖ്യം? ഒരാഴ്ച. അതുകൂടാതെ കാലിന് കൈകളിലെ സ്കിന്ന് സിൽക്കി സ്കിന്നായിട്ട് മാറി. എന്ത് സ്കിന്നാ? സിൽക്കി സ്കിൻ. അതായത് ഡോക്ടർമാര് വളരെ ടോപ്പ് വെറൈറ്റി പെടുത്തിരിക്കുന്ന സ്കിന്നാണ് അത്. സിൽക്കി സ്കിൻ ഞാൻ ആദ്യം കേൾക്കാണ്. അതായത് വളരെ മൃദുവായിട്ടുള്ള സ്കിന്നായിട്ട് മാറി. യാതൊരുവിധ മൊരിയോ പാടുകളോ ഒന്നുമില്ല. ഒരു അവിടുത്തെ രാജ്യത്ത് ചെന്ന പല ടൈപ്പ് സ്കിന്ന് കാണാൻ പറ്റും, പക്ഷെ ഇത് നോക്കി നല്ല ടോപ്പ് സ്കിൻ. നമ്മളിവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, പ്രാർത്ഥിക്കുന്നവർക്കാണ് നല്ല സ്കിൻ. അവർക്ക് ഹല്ല് പുതിയൊരു കാല് കൊടുത്ത്, സിൽക്ക് സ്കിന്നൊക്കെ വെറുതെ കിട്ടില്ല, അത് കാല് മാറ്റി പുതിയ കാല് കൊടുക്കുമ്പോഴാണ് പുതിയ സ്കിന്നൊക്കെ വരിക. ഫ്രൈസ് ഒരു പുതിയ കാല് കൊടുത്ത് കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബത്തിൽ ആ കുഞ്ഞിൻ്റെ മേൽ ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം ഒരു ബാധ പോലെ ഒരു പീഡ ആ കുഞ്ഞിനെ അലട്ടിയപ്പോൾ ആ കുടുംബത്തിൽ ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് അവർ വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്ത്, അവർക്ക് വേണമെങ്കിൽ കുട്ടീനെ എവിടെയെങ്കിലും കസേര ഇരുത്താം, അവർക്ക് വേണമെങ്കിൽ കുട്ടി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കുട്ടീനെ ഉറക്കി കിടത്താം, പലതും ചെയ്യാമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് മാത്രമല്ല, അവർ ആ കുട്ടിയെ കൈകളിലെടുത്ത് ടി വിയുടെ മുമ്പിൽ വചനത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ പിടിച്ച് യേശുവേ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മേൽ ഒരു വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയെ അങ്ങോട്ട് ചെയ്ത് ആ കുടുംബത്തിൽ അവരുടെ തലമുറകളിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ അത്ഭുതം ഈശോ അങ്ങ് പ്രവർത്തിച്ച്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നിടത്താണ് പുതിയ പുതിയ ദൈവിക ഇടപെടലുകൾ, പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ, ആത്മീയ ഉയർച്ച, ആത്മീയ അനുഭവങ്ങൾ, ദൈവ സാന്നിധ്യം കൂടുതൽ അറിയുന്നത് വിശ്വാസത്തിന്റെ ശുശ്രൂഷയുള്ളിടത്ത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും യേശുക്രിസ്തുവിന് പിതാവിൽ നിന്ന് ലഭിച്ച ആ നിർദ്ദേശം വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 31 മുതൽ 35 വരെ തിരുലിഖിതങ്ങൾ, യേശു ടൈർ പ്രദേശത്ത് നിന്ന് ദെക്കാപോളിസ് പ്രദേശത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. അതാണ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 32 മുതൽ 35 വരെ തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫ്ഫാത്താ, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, ഉടനെ അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. യേശു ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ യേശു ആ പ്രവൃത്തി ചെയ്യുന്ന മാനദണ്ഡം എന്താണ്? ബൈബിളിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൽ കണ്ടതും എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതുമാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതും. ഇതാണ് യേശു ഡെഫിനറ്റായിട്ട് നമുക്ക് ഇതിന് ഉറപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ പിതാവ് യേശുവിൻ്റെ ജീവിതകാലത്ത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു ബുദ്ധിമുട്ടിൽ, ഒരു ഞെരുക്കമുള്ള ദൈവ പൈതൽ വരുമ്പോൾ ആ ദൈവ പൈതലിന് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്തു കൊടുക്കണം. അവന്റെ ചെവികളിൽ വിരലുകളിട്ട് സുഖപ്പെടുത്തുക.
നാവിൽ തുപ്പൽ വരട്ടി സുഖപ്പെടുത്തി കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ചെവി തുറന്നു, അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ കേട്ടു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകത്തിൽ ഇതുപോലെ വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവാത്മാവ് നിർബന്ധിക്കുന്ന മറ്റൊരു രംഗമുണ്ട്. അതാണ് സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 46 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇസ്രായേൽ ജനം മുഴുവൻ മഹാമാരിയുടെ പിടിയിൽ അമർന്നു. 14,700 പേര് മരിച്ചു വീണു. വലിയൊരു ബാധ, ഒരു മഹാമാരി ആ ജനത്തെ പിടികൂടി. മോശ കമിഴ്ന്ന് വീണു. അവൻ ആത്മാവിന്റെ പ്രചോദനം ഉണ്ടായി. അവൻ വേഗം അഹ്റോനെ വിളിച്ചു പറഞ്ഞു, അഹ്റോൻ, നീ ഇപ്പൊ പോയി ഒരു വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യുക. അഹ്റോനെ വേഗം എഴുന്നേൽപ്പിച്ചു. അവൻ വേഗം ധൂപകലശം എടുത്ത് ബലിപീഠത്തിന് അഗ്നി എടുത്ത് ജീവനോട് ഇരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഇടയിൽ പോയി ധൂപം അർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. മരണം നിലച്ചു. പിന്നെ ആ പാപത്തെ പ്രതി ആ സമയത്ത് ആ ദൈവസമൂഹത്തിൽ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന്, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഒരാൾ മരിക്കേണ്ട വന്നു. ആ മഹാമാരി അവിടെ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിലച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോട് നദിയായും നദി സമുദ്രമായും മാറുന്ന സമയമാണിത്. ഇപ്പോൾ നമുക്കുള്ള അഭിഷേകം അതിന്റെ അടുത്ത പടിയിലേക്ക് ഉയരാൻ ദൈവം ഇടപെടുകയാണ്. ദൈവം കൃപ ചൊരിയുകയാണ്. ചെറിയ ചെറിയ വിശ്വാസങ്ങൾ വലിയ വിശ്വാസമായി, അതുപോലെ അഗ്നിയായി, അഭിഷേകമായി നാളി പടരാൻ ദൈവം കൃപ ചൊരിയുന്ന സമയമാണിത്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ, അഭിഷേകം ചൊരിയണമേ. ആരാധന, ആരാധന, ആരാധന. ഓ, മന്ദത മാറട്ടെ കർത്താവേ, കൃപ നിറയട്ടെ. യേശുവേ, 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 അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ. എല്ലാ സമൃദ്ധിയോട് നിറയ്ക്കണമേ, സന്തോഷത്തോട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണമേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ പ്രാപ്തനാക്കണമേ. വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്ത് അത് ബലപ്പെടാനും അതിൽ അഭിവൃദ്ധിപ്പെടാനും, അങ്ങനെ വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ, വിശ്വാസത്തിന്റെ ചക്രവാളത്തിൽ കഴുകനെ പോലെ ചിറകടിച്ചു വരാനും യേശുവേ എന്നെ അവിടുന്ന് പ്രാപ്തനാക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 19-ാം തിരുലിഖിതം. യേശു അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന സമയമാണ്. രോഗികൾ അവരവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ കിടന്ന് ഈശോയിലേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ പ്രയാസത്തിരിക്കുന്നവർ യേശുവിലേക്ക് ഹൃദയം ഉയർത്തുക. ഹൃദയത്തിൽ എത്രമാത്രം പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ അത്രയും തീക്ഷ്ണതയോടെ യേശുവിലേക്ക് നോക്കി നിലവിളിക്കണം. ഒരു ദേവാലയത്തിന്റെ പവിത്രതയിൽ നിങ്ങളിവിടെ എവിടെയാണോ അവിടെ ഇരുന്ന് വിശുദ്ധമായ ചിന്തകളോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നിർത്തുക. മുട്ടുകുത്തി സാധിക്കുന്നവരെല്ലാവരും വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പങ്കുചേരുക. എല്ലാവരും മുട്ടുകുത്തി ഈശോയിലേക്ക് നോക്കി യേശുവേ യേശുവേ ഉറക്കെ വിളിച്ച് വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വലിയ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഓരോ കുടുംബങ്ങൾ നിലവിളിക്കട്ടെ. ഓരോ മക്കളും നിലവിളിക്കട്ടെ. രോഗികൾ നിലവിളിക്കട്ടെ. ഓ തകർന്നവർ നിലവിളിക്കട്ടെ. വിദ്യാർത്ഥിനികൾ യേശുവിനെ വിളിക്കുന്നു. ഹൃദയം തുടങ്ങി വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. ആരാധന ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. അന്ധകാര കോട്ടകൾ തകരട്ടെ. യേശുവേ യേശുവേ.